Hi learners, welcome to our class Easy English Grammar. In this class we are going to discuss parts of speech or word classes. Basically the words are classified into 8 classes: noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. These are the 8 parts of speech or word classes in English. Apart from that we have also articles and determiners. What are the characteristic features of these words, how they are used, and what is their importance in the language. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് ഈ വാക്കുകൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. Now let us examine these parts of speech one by one. Now let's discuss what nouns are. Nouns are names of a person, a place or a thing. ഒരു വസ്തുവായാലും ഒരു വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, ഇതെല്ലാം ഓരോ പേരുകളുണ്ടാവും. അതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗൺ ഈസ് ഇൻ മലയാളം നാമം അല്ലെങ്കിൽ പേര്. ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, എ തിങ്, എ പ്ലേസ് ഓർ എ ക്വാളിറ്റി. അപ്പോൾ nouns are broadly classified into 2 categories. They are concrete nouns and abstract nouns. So concrete nouns are nouns which have physical entity or they are tangible objects. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി ഉള്ള വസ്തുക്കൾക്കാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഭൗതികമായിട്ടുള്ള എക്സിസ്റ്റൻസ്. വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ഓർ സീ, നമുക്കത് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. അത്തരം ക്വാളിറ്റി ഉള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ പ്ലേസുകൾക്കാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയും. ഹിയർ വി ഹാവ് എക്സാമ്പിൾ: പെൻ, ബുക്ക്. പെൻ ഈസ് എൻ ഒബ്ജക്റ്റ് that has a physical existence. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ഒരു പേന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റും, തൊടാൻ പറ്റും. അപ്പോൾ വി യൂസ് പെൻ ടു റൈറ്റ്, എഴുതാൻ വേണ്ടി നമ്മൾ പേനകൾ ഉപയോഗിക്കും. നെക്സ്റ്റ് ബുക്ക്. എ ബുക്ക് ഈസ് എ നൗൺ ഹാവിങ് ഫിസിക്കൽ എൻറ്റിറ്റി ഓർ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓർ ടാൻജിബിൾ ഒബ്ജക്റ്റ്. എ ബുക്ക് ഈസ് എ ടാൻജിബിൾ ഒബ്ജക്റ്റ്. ഒരു ടാൻജിബിൾ ഒബ്ജക്റ്റാണ്, കാരണം പുസ്തകം നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. വി യൂസ് ബുക്സ് ടു റീഡ്, വായനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയാണ് നമ്മൾ പുസ്തകങ്ങൾ ഉപയോഗിക്കാറ്. അപ്പോൾ ദീസ് ആർ എൻറ്റിറ്റീസ് ഓർ തിങ്സ് ദാറ്റ് ഹാവ് ടാൻജിബിൾ വാല്യൂ ഓർ ദേ ആർ ഫിസിക്കൽ ഒബ്ജക്ട്സ്. അപ്പോൾ ഹിയർ പെൻ, ബുക്ക്, മാൻ, ബേർഡ്, കാർ, ഷർട്ട്, സൺ, മൂൺ. ദീസ് ആർ nouns having physical entity. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി ഉള്ള ഓർ എക്സിസ്റ്റൻസ് ഉള്ള നാമങ്ങൾക്കാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് നൗൺസ്, ആസ് ദ വെരി വേർഡ് കോൺക്രീറ്റ് ഇൻഡിക്കേറ്റ്സ്, ദീസ് വേർഡ്സ് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഭൗതികമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, വിച്ച് വി ക്യാൻ ഫീൽ ഓർ സീ. നെക്സ്റ്റ് സെക്കൻഡ് ഈസ് abstract nouns. Abstract nouns. Abstract nouns are nouns that have existence only in idea. That is a quality. ഒരു ക്വാളിറ്റിയാണ്. ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഇൻ ഐഡിയ. ഐഡിയയിലാണത് നിലനിൽക്കുന്നത്. അപ്പോൾ ഹിയർ ഫ്രീഡം, ബ്യൂട്ടി, കറേജ്, പിറ്റി, ഓണസ്റ്റി, നോളജ്, ഗുഡ്നെസ്, ഇതൊക്കെ ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ്. ഫ്രീഡം ഈസ് എൻ ഐഡിയ ഓർ ക്വാളിറ്റി വിച്ച് വി കനോട്ട് സീ ഓർ ടച്ച്. നമുക്ക് കാണാൻ കഴിയുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ഒബ്ജക്റ്റില്ല. ദാറ്റ് ഈസ് എ ക്വാളിറ്റി. അതൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ വി എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ. അവർ ഇന്ത്യ ഈസ് എ free country. Freedom, we have got freedom. Freedom is a quality that describes something of a superior quality. As we have beauty, courage, pity. For courage, ധൈര്യം, pity, അനുകമ്പ, ദയ. അതുപോലെ honesty, knowledge, honesty, സത്യസന്ധത, knowledge, ജ്ഞാനം, goodness, നന്മ. ഇതൊക്കെ ക്വാളിറ്റീസ് ആണ് ഓർ ഐഡിയാസ് ആണ്. അപ്പോൾ വി ഹാവ് ബുക്ക്, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. പക്ഷേ നോളജ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഐഡിയ ഓർ ക്വാളിറ്റി. ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഐഡിയ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിച്ച് വി കനോട്ട് സീ. അപ്പോൾ നമുക്ക് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പറ്റാത്തൊരു എക്സിസ്റ്റൻസ് ആണ് നോളജ് എന്ന് പറയുന്നത്, വിച്ച് ലൈസ് ഇൻ അവർ മൈൻഡ് ഓർ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിസ്ഡം. നോളജ് അറിവാണ്, വിസ്ഡം ഒരു തിരിച്ചറിവാണ്. വിസ്ഡം ഈസ് ഓൾസോ an abstract noun because wisdom is
also a superior quality. Concrete nouns are nouns which have physical existence. Here, concrete nouns are classified into proper nouns, common nouns, collective nouns. Proper nouns, what do you mean by proper nouns? Proper nouns are nouns which refer to the persons, places or things. ഇത് വസ്തുക്കളെ, വ്യക്തികളെ, സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് proper nouns. Here, Shakespeare. Shakespeare is the name of a person. As you know, is the one of the greatest dramatists of the world, or greatest genius of the world. New Delhi. New Delhi is the name of a place. New Delhi, New York, Dubai, Mumbai. These are the names of places. We know that each place of the world has a name. ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്, ഓരോ വ്യക്തിക്കും പേരുണ്ട്. ഈ പേരുകളെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. Proper nouns indicates the or refers to the names of a person, place or thing. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരിനാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺസ്. ഈച്ച് പേഴ്സൺ ഇൻ ദ വേൾഡ് ഹാസ് എ നെയിം. അപ്പോൾ നമുക്കറിയാം, ലോകത്തുള്ള ഓരോ വ്യക്തിക്കും ഓരോ പേരുണ്ട്, ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്. ആ പേരുകൾക്കാണ് നമ്മൾ proper nouns എന്ന് പറയുന്നത്. Now we have common nouns. Common nouns are used for a class. Birds. There are various kinds of birds in the world. അപ്പോൾ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. നമുക്കെന്നെ അറിയാം, ക്രോ, ഈഗിൾ, പാരറ്റ്, പാരോസ്, അങ്ങനെ പലതരത്തിലുള്ള ബേർഡ്സുകൾ ധാരാളം ഉണ്ട്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ common class. Common class. Animal. Animal is also a word that refers to a class. There are many kinds of animals in the world. Elephant, lion, leopard, tiger, cat. Next, collective noun. Collective noun. As we know, the word collective indicates a group name. Committee, jury or team. Committee is a group of many persons. അതുപോലെ ജൂറി മീൻസ് ദ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. അപ്പോൾ ജഡ്ജസിൻ്റെ ഗ്രൂപ്പിനാണ് അറ്റ്ലീസ്റ്റ് 2 members ക്യാൻ മേക്ക് എ ജൂറി. ചുരുങ്ങിയത് 2 members ഒരു ജൂറിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ടീംസ്. ടീം അറിയാം, ചില സ്പോർട്സ് ഇനങ്ങളിൽ നമുക്ക് ടീം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടീം ചുരുങ്ങിയത് 2 പേരുള്ള ടീമുള്ള. ഇപ്പോൾ ടെന്നീസിൽ സിംഗിൾസ് ആൻഡ് ഡബിൾസ്. സിംഗിൾസിൽ ടീമല്ല, ഇൻഡിവിജ്വൽസ് ആണ്. ഡബിൾസ് ഈസ് എ ടീം. മെൻസ് ഡബിൾസ്, വിമൻസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ. ഒരു ടെന്നീസിലെ ഡബിൾസ് എന്ന് പറയുമ്പോൾ 2 വ്യക്തികളാണ്. ഇപ്പോൾ ഫുട്ബോൾ ഈസ് എ ടീം. അപ്പോൾ ഫുട്ബോൾ ടീമാണ്. ഒരു ഫുട്ബോളിൽ 11 പ്ലേയേഴ്സാണ് ഗ്രൗണ്ടിൽ, ഫീൽഡിൽ കളിക്കുന്നത്. വോളിബോൾ 6 members are on the ground. Basketball 5 members are on the ground. The noun team is used with a singular verb or a plural verb depending on the circumstance. Our cricket team is visiting Australia next month. Team is considered as a single unit. Now let us take the individuals of the team. We can say Indian team are practicing. അവിടെ team എന്നുള്ളത് which is considered as the each member of team. That's why we use the plural verb. The Indian team are practicing means that each member of the team is practicing. Now let us examine material nouns. Material nouns, as the word indicates, it is a material. So gold, iron, rubber, plastic, these are materials out of which things are made. Gold is a metal which is used to make many kinds of ornaments. വ്യത്യസ്ത തരത്തിലുള്ള ഓർണമെൻറ്റ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗോൾഡ് ഉപയോഗിക്കും. Dear friends, we are going to wind up our present class here.
Let's continue in our next classes too. Thank you for watching.